ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് നിങ്ങളെ ഒരു പുതിയ പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് മനുലാൽ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗഡ്സൺ എന്ന കമ്പനിയുടെ മോസ എയർക്രോസ് എന്ന DSLR ഗിംബലാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ വീഡിയോഗ്രാഫി പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഉപകരണത്തിൻ്റെ ആവശ്യകത ഏറെ സഹായകരമായിരിക്കും. നിങ്ങൾ ഇത്തരം DSLR ഗിംബലുകൾ വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോഗ്രാഫി കുറച്ചുകൂടി മെച്ചപ്പെടും എന്നാണ് എൻ്റെ അഭിപ്രായം. ഗിംബലുകൾ സാധാരണയായി നാം യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നാം എടുക്കുന്ന വീഡിയോ ഫൂട്ടേജസ് അത് നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ലഭിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും ഒരു DSLR ഗിംബൽ ഇല്ലാതെ യൂസ് ചെയ്യുമ്പോൾ വളരെ ഷേക്കി ആയിട്ടുള്ള ഫൂട്ടേജസാണ് നമുക്ക് ലഭിക്കാറുള്ളത്. പ്രത്യേകിച്ചും നടന്നും ഓടിയുമൊക്കെയുള്ള വീഡിയോ ഷോട്ട്സ് നമ്മൾ എടുത്തിട്ട് അത് എഡിറ്റിങ്ങിനായിട്ട് നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഷേക്കി ഫൂട്ടേജസ് ആയിട്ട് കാണപ്പെടാറുണ്ട്. അത്തരം ഷേക്കുകൾ ഒഴിവാക്കി വളരെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ ഫൂട്ടേജസ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള DSLR ഗിംബലുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഈ ഉപകരണത്തിൻ്റെ പേര് മോസ എയർക്രോസ് 2 എന്നാണ്. ഞാനിത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു പ്രോഡക്റ്റാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് അത് എനിക്ക് ഡെലിവേർഡ് ആയത്. ഞാൻ ഇതിൽ നിന്നും വില കുറഞ്ഞ വേറൊരു ഗിംബൽ ആമസോണിൽ കണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വില കുറവായിരുന്നെങ്കിലും ഇതിൻ്റെ അത്ര ഫീച്ചേഴ്സ് അതിൽ വന്നിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗിംബൽ ചൂസ് ചെയ്തത്. ഈ ഒരു DSLR ഗിംബൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്കായി അതിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഈ ഗഡ്സൺ എന്ന് പറയുന്ന കമ്പനി ഒരു ചൈനീസ് കമ്പനിയാണ്. അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഗിംബൽസ് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഞാനിനി ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗഡ്സൺ എന്ന് പറയുന്ന കമ്പനിയുടെ മോസ എയർക്രോസ് 2 എന്ന് പറയുന്ന പ്രൊഫഷണൽ DSLR ഗിംബൽ. ഇത് ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. ഈ ബോക്സിൻ്റെ പുറകുവശത്തായിട്ട് ഇത് ഏതൊക്കെ ക്യാമറാസിൽ കമ്പാറ്റബിൾ ആണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന ക്യാമറാസ് കൂടാതെ മറ്റ് അനവധി ക്യാമറകളിലും ഇത് കമ്പാറ്റബിൾ ആണ്. അത് നമ്മൾ ഈ ഗഡ്സൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് കഴിയും. ഏതൊക്കെ ക്യാമറാസാണ് ഇതുകൂടാതെ കമ്പാറ്റബിൾ ആയിട്ടുള്ളതെന്നും ഏതൊക്കെ ലെൻസുകൾ അതാത് ക്യാമറയിൽ ഇട്ടാലാണ് ഈ ഒരു ഗിംബലുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് ആ ഒരു ഡീറ്റെയിൽസ് അവിടെ കാണാം. ഇവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ QR കോഡ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബോക്സ് ഇനി നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇവിടെയായിട്ട് 2 സീല് കാണുന്നുണ്ട്. അപ്പോൾ ഈ സീല് നമുക്ക് ഒന്ന് ഇതിൽ നിന്ന് വിടുവിക്കാം. അപ്പോൾ ഈ സീല് ഞാനിതിൽ നിന്ന് വിടുവിച്ചിരിക്കുകയാണ്. അടുത്തായി തുറക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ചെറിയൊരു പോളിത്തീൻ കവറിൽ റാപ്പ് ചെയ്ത ഒരു ബോക്സാണ്. അപ്പോൾ ഈ ബോക്സ് നമുക്ക് ഇങ്ങനെ പുറത്തെടുക്കാം. ഈ ബോക്സ് നമ്മൾ ഇങ്ങനെ ഇതിൽ നിന്ന് പുറത്തെടുക്കുന്നു. അപ്പോൾ ഈ ഹാർഡ് കേസിനകത്താണ് ഗിംബൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ കവർ ഇതിൽ നിന്ന് നമുക്ക് അഴിച്ച് ഈ ബോക്സ് നമുക്ക് പുറത്തെടുക്കാം. ഈ ചെറിയ ബോക്സ് നമ്മൾ കവറിനകത്തു നിന്ന് പുറത്തെടുത്തു. അപ്പോൾ ഈ ബോക്സിനകത്താണ് നമ്മുടെ ഗിംബൽ ഇരിക്കുന്നത്. ഈ ബോക്സ് കണ്ടില്ലേ, ഒരു സ്യൂട്ട് കേസിൻ്റെ മാതിരിയാണ് ഈ ഒരു ബോക്സ് ഉള്ളത്. ഇതിൻ്റെ 2 സൈഡിലും 2 സ്യൂട്ട് കേസിനുള്ള പോലെ 2 ബട്ടൺ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ 2 ബട്ടൺ നമുക്ക് പ്രസ് ചെയ്ത് ബോക്സ് ഓപ്പൺ ചെയ്യാം. ആ ബോക്സ് ഓപ്പൺ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഈ ബോക്സിനകത്ത് തുറക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യമേ തന്നെ ഇത് തുറക്കുമ്പോൾ നമുക്കൊരു കാർഡ് കാണാം.
ചൈനീസിലും ഇംഗ്ലീഷിലുമായിട്ട് വാർണിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു കാർഡാണ് നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ മുകളിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ആദ്യമായി നമുക്ക് നമ്മുടെ മോസ ഗിംബൽ ഇതിൽ നിന്ന് പുറത്തെടുക്കാം. ഇതാണ് നമ്മുടെ മോസ എയർക്രോസ് 2 ഗിംബൽ. ഇങ്ങനെയാണ് സാധനം ഇരിക്കുന്നത്. അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ മോസ എയർക്രോസ് 2ൻ്റെ പ്രൊഫഷണൽ കിറ്റ് ഐറ്റംസ്. ഞാനത് 1 by 1 ആയിട്ട് പറയാം എന്തെല്ലാമാണ് ഇതൊക്കെയൊന്ന്. ആദ്യമായിട്ട് നമ്മൾ കണ്ടല്ലോ, നമ്മുടെ ഗിംബൽ ഒരു കോമ്പാക്റ്റ് സ്ലീക്ക് ഡിസൈനാണ് നമ്മുടെ ഗിംബലിനുള്ളത്. ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ചെറിയ വെയിറ്റ് തോന്നുന്നെങ്കിലും ലൈറ്റ് വെയിറ്റ് ആണ് ഗിംബൽ. ഇതിൻ്റെ മാക്സിമം പേലോഡ് വരുന്നത് 3.2 kg ആണ്. കണ്ടില്ലേ, ഇത് 3 ആക്സിസ് ഗിംബലാണ്. 3 മോട്ടറാണുള്ളത്. 3 മോട്ടറാണ് ഈ കാണുന്ന 3 മോട്ടറാണ് ഉള്ളത്. ഇതിൻ്റെ നാവിഗേഷൻ കീസാണ് ഈ കാണുന്നത്. ഇതൊരു OLED ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്. മോസ എന്ന ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അൺലോക്കിങ്ങിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ആക്സിസിൽ. ഇവിടെ എന്ന് പറയുന്നത് ബേസ് പ്ലേറ്റ് ആണ്, അതായത് നമ്മൾ ക്യാമറ എടുത്ത് വെക്കേണ്ട പോർഷനാണ് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അടുത്തത് വരുന്നത് ഒരു ചെറിയ മോസ എന്ന് എഴുതിയ ഒരു ചെറിയ ക്യാരിങ് കേസാണ്. ഈ ഒരു ക്യാരിങ് കേസ് നമ്മൾ തുറക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കുറച്ചധികം കേബിൾസാണ്. കണ്ടില്ലേ, ഇത് പല ക്യാമറകളുമായിട്ട് കണക്ട് ചെയ്ത് ഈ ഗിംബലുമായിട്ട് കണക്ഷൻ കൊടുത്ത് ഉപയോഗിക്കേണ്ടതാണ് ഈ കേബിൾസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം മുകളിൽ ആയിട്ട് ഒരു കേബിള് ഇതിൻ്റെ ചാർജിങ്ങിനായിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഗിംബൽ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള കേബിളാണ് ആ കാണുന്നത്. ഇതൊക്കെ വിവിധ ക്യാമറകൾ, കാനൺ, സോണി, അതുപോലെ പാനസോണിക്, നിക്കോൺ ഇതുപോലുള്ള ക്യാമറകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള കേബിൾസാണ് ഈ ഒരു പൗച്ചിൽ വരുന്നത്. അപ്പോൾ ആ പൗച്ച് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മൾ കാണുന്നത് ഒരു L ബ്രാക്കറ്റാണ്. അതായത് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസോ അല്ലെങ്കിൽ ടിക്ടോക്ക് വീഡിയോസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെർട്ടിക്കൽ മോഡിൽ നമുക്ക് ഈ ഗിംബലിൽ ഇത് കണക്ട് ചെയ്ത് ഷൂട്ട് ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ DSLR ഇതിൽ കണക്ട് ചെയ്ത് ഷൂട്ട് ചെയ്യാനായിട്ട് കഴിയും. അതിനായിട്ടാണ് ഈ ഒരു L ബ്രാക്കറ്റ് ഇത് കൊടുത്തിരിക്കുന്നത്. അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി വരുന്നത് ക്യാമറ ഗിംബലിൽ വയ്ക്കുന്നതിനുള്ള ബേസ് പ്ലേറ്റ് ആണ്. കണ്ടില്ലേ, ഇതാണ് ബേസ് പ്ലേറ്റ്. അത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ചെറിയ മിനി ട്രൈപോഡാണ്. ഈ മിനി ട്രൈപോഡ് നമ്മൾ ഗിംബലിൻ്റെ ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ അടിയിൽ കറക്കി ഇങ്ങനെ ഇത് ഉറപ്പിച്ച് നിർത്തും. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. ഇത് മെറ്റൽ ബിൽഡാണ്. ഈ ട്രൈപോഡ് മെറ്റൽ ബിൽഡാണ്. അടുത്തത് ലാസ്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് മാനുവലാണ്. കണ്ടില്ലേ, ഈ ഒരു പ്രോഡക്റ്റ് മാനുവലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ബിയോണ്ട് യുവർ ഇമാജിനേഷൻ മോസ എയർക്രോസ് 2 എന്നൊക്കെയുള്ള എഴുത്തുകൾ ഇതിൽ കാണാം. ഇത് തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ ദ ബോക്സ്, അതായത് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ കാണിച്ചേക്കുന്നത്. അതുപോലെ ഡിസ്ക്ലെയിമർ ആൻഡ് സേഫ്റ്റി ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന അടുത്ത ഒരു ചെറിയ ബുക്ക് കാണാം. ഇത് കൊടുക്കാൻ വരുന്നത് ഇതിൻ്റെ യൂസർ മാനുവലാണ്. അതിൻ്റെ യൂസർ മാനുവലാണ് ഈ വരുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ അൺബോക്സിങ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂവുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇത്തരം ഒരു ഗിംബൽ വാങ്ങിക്കുന്നതിന് മുൻപായി യൂട്യൂബിലോ മറ്റോ കയറി നല്ലപോലെ റിവ്യൂസൊക്കെ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക. നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയുണ്ട്, അതിന് കണക്കാക്കിയുള്ള ഗിംബൽസ് ഏതെല്ലാം ഉണ്ടെന്ന് നല്ലപോലെ റിവ്യൂസ് എല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇത്തരത്തിലുള്ള ഗിംബൽ വാങ്ങിക്കുവാനായിട്ട്.
തുനിയേണ്ടത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗിംബലുകൾ മേടിക്കുന്ന വ്യക്തികൾ നിങ്ങൾ ഏത് ഗിംബലാണോ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ക്യാമറയുമായിട്ട് ഇത് കമ്പാറ്റബിൾ ആണോ അല്ലയോ എന്ന്. ക്യാമറ മാത്രം കമ്പാറ്റബിൾ ആണോ എന്ന് നോക്കിയാൽ പോരാ, നമ്മുടെ കയ്യിലുള്ള ലെൻസുകളും കമ്പാറ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണം ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് വാങ്ങിക്കുവാനായിട്ട്. അബദ്ധം പറ്റാതിരിക്കുക. ഞാൻ ഈ ഗഡ്സൺ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ കാനോണിൻ്റെ എൻ്റെ കയ്യിലിരിക്കുന്ന ക്യാമറ കമ്പാറ്റബിൾ ആണ്. പക്ഷേ ലെൻസ് എൻ്റെ കയ്യിലിരിക്കുന്നത് കിറ്റ് ലെൻസും ഒരു പ്രൈം ലെൻസുമാണ്. 18-55 കിറ്റ് ലെൻസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതുപോലെ 50mm പ്രൈം ലെൻസുമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് രണ്ടും ഇതിൽ കമ്പാറ്റബിൾ അല്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ക്യാമറ ഇതിൽ ഒന്നുകൂടി ലെൻസോട് കൂടി വെച്ച് നോക്കണം. അല്ലെങ്കിൽ വേറെ ലെൻസ് വാങ്ങിക്കുകയല്ലാതെ വേറെ വഴിയില്ല. DSLR ആയിക്കോട്ടെ, മിറർലെസ് ക്യാമറ ആയിക്കോട്ടെ, ഇതിൽ കമ്പാറ്റബിൾ ആണെന്ന് കമ്പനി അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ള 3.2 കിലോഗ്രാമിൽ താഴെയുള്ള ഏത് ക്യാമറയും ഇതിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാനാകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെയായാലും ആ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയും എന്നെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ അത്തരത്തിലുള്ള പ്രോത്സാഹനമാണ് തുടർന്നും ഇത്തരത്തിൽ പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ എനിക്ക് പ്രചോദനമായി തീരുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതല്ല നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ആ ഫോളോ ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ അതിന് സമീപത്തായി കാണുന്ന ലൈക്ക് ബട്ടണും പ്രസ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെയും നന്ദി, നമസ്കാരം.